ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ ഇവരുടെ എനർജി പോസിറ്റീവ് അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, എൻസൈറ്റി, ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഒരു എനർജി. ഇവിടെ ഇവരുടെ എനർജിയിൽ ഈഗോ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരോട് സംസാരിക്കണമെന്നെങ്കിലും ഇവർ ഈഗോയിലേ സംസാരിക്കുള്ളൂ, ദേഷ്യത്തിലേ സംസാരിക്കുള്ളൂ, ആ ഒരു എനർജി. ഇവിടെ റൂഡായിട്ട് ഇവർ ബിഹേവ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങൾക്ക് നല്ലതാണ്, തേർഡ് പാർട്ടിക്കാണ് ഈ ഒരു എനർജി ബാധിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരുടെ കൂടെയാണോ ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് പുറത്തുള്ളവരോട്, അവർക്ക് ഈ ഒരു എനർജി വളരെ മോശമായിട്ട് ഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഫേവറിൽ വരികയും മറ്റുള്ളവർക്ക് മോശമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരോട് ദേഷ്യപ്പെടുക, കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള എനർജിയിൽ ഈഗോയിൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവർ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് ആരോടാണോ അവരുമായിട്ടാണ് ഇവിടെ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഫാമിലിയോട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഫാമിലി ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കുന്നില്ല, അപ്പോൾ അത് കാരണം അവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. നിങ്ങളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വളരെ ദുഃഖത്തിലാണ് ഇവർ, എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. എന്നിട്ട് പോലും അവർ ഇവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നില്ല. അത് കാരണമാണ് അവരോട് വഴക്കിടുന്നത്. ഇവിടെ ഇവർ ഈ ഒരു അഗ്രസീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിക്ക് മനസ്സിലാകണം. കാരണം അവരുടെ ആ ഒരു തീരുമാനം ഇവർക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി മനസ്സിലാക്കി റിലീസാകണം. അതിനു വേണ്ടിയാണ് ഇവർ ഈ അഗ്രസീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ ഹെവി എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി അഡ്മയർ ചെയ്യുന്നു, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട്. ഈ ഒരു റീഡിംഗ് കാണുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയമോ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് മാത്രമാണ് സ്നേഹമുള്ളത് എന്നാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ നിങ്ങളോടൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് അതും കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ അവർക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരേജിന് വേണ്ടിയുള്ള പ്രോമിസസ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ നിങ്ങളെ തന്നെ മാരേജ് ചെയ്യുമെന്ന് പ്രോമിസ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടുള്ള ആ ഒരു പ്രോമിസ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്യാൻ പോകുന്നത്. എന്ത് പ്രോമിസ് ആയാലും അത് അവർ ഉറപ്പായിട്ടും ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി, പക്ഷേ എനർജി വളരെ നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി തേർഡ് പാർട്ടിയോട് അഗ്രസീവായിട്ട് പെരുമാറും, ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജിയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മെസ്സേജ് റിസീവ് ആകുമെന്ന്. അതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും ആ ഒരു ബന്ധം ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴക്കിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിലാണ് എങ്കിൽ ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങൾക്ക് കോളോ മെസ്സേജ് ചെയ്യണം, ആ ഒരു എനർജിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫീലിംഗിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും തയ്യാറാണ്. അത്രമാത്രം ഇമോഷൻസാണ് നിങ്ങളോട് ഇവർക്കുള്ളത്.
കൂടാതെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ ഇവർ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും അവർ അവിടെ ഒട്ടും തന്നെ ഹാപ്പി അല്ല, ഒട്ടും തന്നെ കംഫോർട്ട് അല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയുള്ള. ഇവിടെ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 60 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 6 അവേഴ്സിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ മെസ്സേജിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. കാരണം ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണോ ഉള്ളത് അതിൽ നിന്ന് 100% പുറത്തു വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏത് സ്റ്റക്ക് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനും തേർഡ് പാർട്ടിക്ക് വേണ്ടി വളരെ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെ പോസസീവും തേർഡ് പാർട്ടിക്ക് വേണ്ടി വളരെ നെഗറ്റീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 60 അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഹെവി എനർജി ആയിട്ട് പോലും നിങ്ങളുടെ കൂടെ വളരെ നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ ഈ ഹെവി എനർജി ആയിട്ട് പോലും നിങ്ങളുടെ കൂടെ ബാലൻസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ യൂണിയൻ ആവണം, അങ്ങനെ ഒരു വൈബ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളെ എത്രമാത്രം ഇവർ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷനാണ് ഇവർ എടുക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളോട് ഇവർ പറയുന്നതാണ്. കൂടാതെ കാർമിക് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. വരാൻ പോകുന്ന സമയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. റീസെൻ്റ്ലി ഇവർ ചില നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ കട്ട് ഓഫ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ സോളാർ പ്ലെക്സിസ് ചക്ര ഹീലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെയും ബ്ലോക്കേജസ് ഹീലാക്കിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് ഹീലാക്കുക. കാരണം ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലോക്കേജസ് ഹീലാക്കുവാൻ. ഹീലാക്കിയിട്ടുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ പോകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഗൈഡൻസ് നിങ്ങളുടെ ഓഫീസിൻ്റെ നോർത്ത് സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ നോർത്ത് സൈഡിൽ നിന്ന് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് വരാൻ പോകുന്ന സമയം. അതായത് ഏതെങ്കിലും സ്പിരിച്വൽ അനിമൽ അല്ലെങ്കിൽ സ്കൈയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ബ്രേക്കപ്പ് വിൻ്റർ സീസണിലാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് എങ്കിൽ വരാൻ പോകുന്ന സമയം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി വലിയ ഒരു ചേഞ്ചസ് വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫെമിനൻ എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ ഇവർ തയ്യാറാണ്, സെൽഫ് ലവിൽ വരും. അപ്പോൾ നിങ്ങളുടെ എനർജി ബാലൻസിലല്ല എങ്കിൽ നിങ്ങളുടെ എനർജി ബാലൻസിൽ വയ്ക്കുക. എങ്കിൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യങ്സിസ്റ്റേഴ്സിനെ മറന്നു പോവരുത്. ഈ സമയം എന്തെങ്കിലും പിതൃദോഷമോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ അതിനുള്ള കർമ്മം ചെയ്യുക. എക്സ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പിതൃദോഷമുണ്ട് എങ്കിൽ കർത്തവാവ് ദിവസങ്ങളിൽ കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അല്ലാത്തപ്പോൾ പോലും കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. പിതൃദോഷം മാറുവാൻ ഏറ്റവും നല്ല ഒരു ഉപായമാണ് കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നത്.
പിതൃദോഷമുണ്ട് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ യങ്സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. സഡനായിട്ട് ഹെൽത്ത് പ്രോബ്ലം വരിക, ലോസ് ഉണ്ടാകുക ഫൈനാൻഷ്യലി, അതൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ പിതൃദോഷത്തിനുള്ള ഒരു കർമ്മം ചെയ്യേണ്ടതാണ്. നിങ്ങൾ പൂജകൾ ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ യങ്സിസ്റ്റേഴ്സിന് വേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.